ഹായ് മച്ചാമാരെ, നമ്മളിന്ന് അൺബോക്സിന് വേണ്ടി എടുത്തിട്ടുള്ളത് സാംസങ് ഗാലക്സി A15 5G. കുറഞ്ഞ ചെലവിൽ, അതായത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു 5G മൊബൈൽ വിത്ത് NFC സപ്പോർട്ടോട് കൂടി ഒരു മൊബൈൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സാംസങ് ഗാലക്സി A15 5G നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇതായിട്ട് നമുക്ക് അൺബോക്സിന് വേണ്ടി തന്നുള്ളത് കുവൈത്ത് സിറ്റിയിലെ 999 മൊബൈൽസ് ആണ്. ഷോപ്പിംഗ് ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാൻ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബോക്സ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലിം ആയിട്ടുള്ള ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇതിൽ ചാർജർ വരുന്നില്ല, വെറും കേബിൾ മാത്രമാണ്. ഫോണിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, താഴെ സാംസങ് എന്നും മുകളിൽ ഗാലക്സി A15 5G എന്ന് കൊടുത്തിട്ടുണ്ട്. നേരെ പ്രവേശത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ബോക്സ് വളരെ സ്ലിം ആയിട്ടുള്ള ബോക്സ് ആണ്, കേബിൾ മാത്രമായിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചാർജർ എങ്ങനെയുണ്ടെന്നും നമ്മുടെ ഈ ഫോൺ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയുണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നേരെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് തന്നെ സാംസങ്ങിന്റെ ആ ഒരു കാറ്റലോഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, കാറ്റലോഗ് കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ ഫോണ് ഒരു ചെറിയൊരു പേപ്പർ കോട്ടിങ്ങിൽ പോലായിട്ട് താഴെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ചാർജർ കേബിൾ വരുന്നത്. സി ടൈപ്പ് ആയിട്ടുള്ള ഡബിൾ സൈഡ് സി ആയിട്ടുള്ള 1 മീറ്റർ ലെങ്ത് വരുന്ന ഒരു കേബിളാണ് വന്നിട്ടുള്ളത്. ബോക്സിന്റെ താഴെയായിട്ട് നമുക്ക് സിം ഇജക്ടറിന്റെ ആ ഒരു പിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും രണ്ട് മാത്രമാണ് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ബോക്സ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പൊ എന്താ പറയാ, പേപ്പറിന്റെ ഒരു കോട്ടിംഗ് ആണ് വന്നുള്ളത്. നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് അതൊക്കെ പാക്ക് ചെയ്തുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ പേപ്പർ കോട്ടിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ ഫോണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത്യാവശ്യം വലിയ ഒരു ഫോണ് തന്നെയാണ് വരുന്നത്. ഏകദേശം 6.5 ഇഞ്ച് ആണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. സൂപ്പർ അമോ LED ഡിസ്പ്ലേ ഈ ഒരു ഫോണിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ NFC സപ്പോർട്ടും ഈ ഒരു ഫോൺ നമുക്ക് വരുന്നുണ്ട്. 200 ഗ്രാം ആണ് ഈ ഒരു ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. 8.4 mm തിക്നെസ് ആണ് ഈ ഒരു ഫോണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ബാക്ക് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പുറകു ഭാഗം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 3 ക്യാമറ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ഫ്ലാഷ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ക്യാമറ വരുന്നത് നമുക്ക് 50 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ, ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ വരുന്നത്. അതിന്റെ പുറകത്തെ ഗ്ലൈസിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഇനി നമുക്ക് വശങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വോളിയോ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടണും അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് വരുന്നുണ്ട്. ഈ പവർ ഓൺ ഓഫിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തുള്ളത്. താഴെ നമുക്ക് USB ആയിട്ടുള്ള ആ ഒരു ചാർജിങ് പോയിന്റ്, ഹെഡ്സെറ്റിന്റെ ഒരു പോയിന്റ് വരുന്നുണ്ട്, മൈക്ക്, അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിന്റെ സിം സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 2 സിം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സിം, ഒരു മെമ്മറി കാർഡ്, ഈ രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു സിം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. സൂപ്പർ അമോ LED ഡിസ്പ്ലേ വരുന്നുണ്ട്. 6.5 ആണ് ഈ ഒരു ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് ഡിസ്പ്ലേ സൈസ് നമുക്ക് വരുന്നത്. ആൻഡ്രോയിഡ് 14 കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നത്. ഇതിൽ MediaTekന്റെ ചിപ്സെറ്റ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് 4 GB റാം, 128 GB മെമ്മറി, 6 GB 128, 8 GB 128, അതുപോലെ തന്നെ 8 GB 256, ഈ രീതിയിൽ 4 രീതിയിൽ ഒരു മൊബൈൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് അൺബോക്സിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് 4 GB റാമും 128 GB മെമ്മറിയുള്ള ഫോണാണ് നമുക്ക് അൺബോക്സിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ ഏകദേശം 5000 mAh നോൺ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 25 വാട്ട്സിന്റെ ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഫോൺ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫോൺ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ടച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ടച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഫുൾ ആക്കി നോക്കാം. ഇതിപ്പോൾ ബ്രൈറ്റ്നെസ് ഫുൾ ആയിട്ടാണ് ഈ ഒരു ഫോൺ ഇരിക്കുന്നത്. അതുപോലെ ഇനി നമ്മൾ ബ്രൈറ്റ്നെസ് 0-ലാക്കിയാലും അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് കമ്പനി ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറ ക്ലാരിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്ലാരിറ്റി തന്നെ ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഒരു ഫോട്ടോസിന്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം ആ ഒരു സൂമിങ് ആയാലും ഒക്കെ അത്യാവശ്യം പെർഫെക്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് സെൽഫി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സെൽഫിയുടെ ഒരു ക്ലാരിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഫോണിൽ നമുക്ക് NFC സപ്പോർട്ട്, അതാണ് നമ്മൾ ഈ ഒരു ഫോണിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ ഇപ്പോൾ ഒരു വിദേശ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ NFC യൂസേജ്, NFC സിസ്റ്റം മസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ.
അപ്പോൾ ഈ ഒരു ഫോണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 5G NFC സപ്പോർട്ടുള്ള ഒരു മൊബൈൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും സാംസങ് ഗാലക്സി A15 5G നിങ്ങൾക്ക് നോക്കാണ്. അത്യാവശ്യം നല്ലൊരു മൊബൈൽ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു കയ്യിൽ ഒതുങ്ങുന്ന വിലക്ക് നല്ലൊരു മൊബൈൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.